ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഉഗ്രൻ സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിരട്ട വേണം. നമ്മൾ ചിരട്ട ഉപയോഗിച്ചിട്ടുണ്ട് ഈ സാധനം ഉണ്ടാക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പോട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചെടിയൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള പോട്ട്. അപ്പോൾ അതിനുണ്ട് ഇതുപോലത്തെ കുണ്ടുള്ള ചിരട്ട എടുക്കാൻ നോക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കത്തിയാണ്. നമ്മൾ കത്തിയും പിന്നെ ഓരോ കടലാസും ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലീനാക്കി എടുക്കുന്നത്. അപ്പം നമുക്കിത് ക്ലീനാക്കാം. അപ്പോൾ ഇത് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഓരോ കടലാസ് ഉപയോഗിച്ചിട്ട് വന്ന് നന്നായിട്ടൊന്ന് ഒരതി കൊടുക്കും. ഇപ്പോൾ നമ്മളെ ചിരട്ട നന്നായി ഒരു കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുട്ടിയാണ്. അപ്പോൾ നമ്മൾ പുട്ടിയും വേണം, പിന്നെ പുട്ടി കലക്കാൻ വേണ്ടിയിട്ട് ഒരു ടിന്ന് വേണം. അപ്പോൾ ഞാനിവിടെ മിൽക്ക് മേഡിൻ്റെ ടിന്നായിട്ട് യൂസ് ചെയ്യണത്. എൻ്റെ അതിലേക്ക് നമുക്ക് എത്രയാണോ പുട്ടി ആവശ്യമുള്ളത് അതിനനുസരിച്ച് എടുക്കുക. പിന്നെ കുട്ടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് കൈമിൽ ഇടണം. ഞാൻ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഇട്ടിട്ടാണോ അപ്ലൈ ചെയ്യണത്. അപ്പം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ അര ഭാഗം പുട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളത് വെള്ളം പോലെ ആവരുത്, കുറച്ച് ടൈറ്റിൽ ആവണം. അങ്ങനെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നമ്മളിത് അതിന് കട്ടി കൊടുക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് കട്ടിയിൽ ആവശ്യമുള്ളത് നന്നായിട്ട് നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ എന്താ നമ്മൾ ചിരട്ടമേൽ ഇതിപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. നമുക്കിത് ചിരട്ടമേൽ അപ്ലൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ധരിക്കുമ്പോൾ നല്ലപോലെ നിൽക്കിടും. അപ്പോൾ നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കൈ ഉപയോഗിച്ചിട്ടുണ്ട് അതിനെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൈ ഇങ്ങനെ എടുത്തും വെച്ച് കളിക്കുമ്പം അങ്ങനെ പൊന്തി വരും. അപ്പം അതൊരു ഡിസൈൻ ആയിട്ട് വരും. ഇതുപോലെ ആക്കി കൊടുക്കുമ്പം അതിന്മേൽ ഒരു ടെക്സ്ചർ കിട്ടി നമുക്ക്. അതിപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സിൽവർ കളറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പെയിൻറ്റും കൊടുക്കാം കേട്ടോ. ഞാൻ സിൽവർ കളറും വൈറ്റ് കളറും കൂടിയാണ് പിന്നെ ആഡ് ചെയ്യുന്നത്. ഇത് സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പം നമുക്ക് ഫുള്ളായിട്ട് സിൽവർ കളറും നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ സ്ഥലത്ത് ഇപ്പം വൈറ്റും സിൽവറും കൂടി ആണ് യൂസ് ചെയ്യുന്നത്. മൊത്തത്തിൽ സിൽവർ കളറല്ല.
ഇപ്പോൾ നമ്മൾ പെയിൻറ്റ് ഇവിടെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉണങ്ങി, ഇപ്പം ഉണങ്ങി നല്ല രസമുണ്ട് ഇപ്പം കാണാൻ. അപ്പം നല്ല മങ്ങിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് പ്ലാസ്റ്റിക് പൂവോ അങ്ങനെ എന്തും വെക്കാം. നമുക്ക് ഒറിജിനലായിട്ടുള്ള ചെടി നമുക്ക് ഇതിൽ വെക്കാം. താൽക്കാലികമായിട്ട് ഇതാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കൊച്ചു ബെല്ലൈക്കണിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ എഴുതുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും കാണാം. ബൈ ബൈ.